ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണോ? ഹീറോൻ്റെ പാഷൻ പ്ലസ് ആണ് വണ്ടി. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്കുണ്ടോ, ജനറൽ സർവീസ്, ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡ് പറഞ്ഞ ഒടിജോയുണ്ട്, അത് മാറണം. പിന്നെ ഹെഡ്ലൈറ്റ് വെട്ടക്കുറവ്, ഇൻഡിക്കേറ്റർ വെട്ടക്കുറവ്, അതേപോലെ തന്നെ ലൈറ്റുകളൊക്കെ വെട്ടക്കുറവോട് മെയിനായിട്ട് പറയണേ. പിന്നെ സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യണം, ആക്സിലേറ്റർ ചെക്കപ്പ്, റേസിങ് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യുക. കിക്കർ ഇടയ്ക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്ലിപ്പായി പോകണമായിരിക്കാം. ഹോൺ ഇടയ്ക്ക് അടിക്കുന്നില്ല. ഗിയർ ചേഞ്ച് ആക്കുമ്പോൾ ഫ്രണ്ട് ഹാൻഡിൽ വെട്ടക്കുറവ്, അങ്ങനെ കംപ്ലൈൻറ്റൊക്കെ പറഞ്ഞേക്കണേ. കുറേ കംപ്ലൈൻറ്റുകളുണ്ട്. ഇതിനകത്ത് മെയിനായിട്ടുള്ള പ്രശ്നം ഉണ്ടല്ലോ, ഇത് ബാറ്ററി ഇല്ല. ബാറ്ററി ഇതുമേ 2.5 ബാറ്ററി ആണെങ്കിൽ പോലും അതിന് കൺവെർട്ടർ യൂണിറ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യണേ, ബാറ്ററി സപ്പോർട്ടിലല്ല. അപ്പോൾ അതുകൊണ്ടാണ് നിലവിൽ ഹോണും ഇൻഡിക്കേറ്ററിനൊക്കെ വെട്ടക്കുറവ് അനുഭവപ്പെടുന്നത്. വണ്ടി ഓടി റേസ് ആവുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈറ്റ് തെളിയും. അപ്പോൾ ഹെഡ് ലൈറ്റിൽ നിന്നുള്ള കുറച്ച് വെട്ടം ഇങ്ങടേക്ക് എടുക്കും, ആ പവർ കുറച്ചും കൂടെ എടുക്കും. കാരണം അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാറ്ററി ഇല്ല, ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ കാരണം കേട്ടോ. അല്ലാതെ കൂടെ ഇപ്പോൾ ഡൈനാമോ എന്ന് പറഞ്ഞാൽ ആ കോയിൽ വെച്ച്, ആ കോയിലിൽ നിന്ന് വരുന്ന ആ പവർ വെച്ചിട്ടാണ് ഹോണ്, ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ് എല്ലാം വർക്ക് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തേക്കുള്ള പവർ സപ്ലൈ ഒരല്പം കുറയും. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കാണിക്കും. അതാണ് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററി വേണം പുതിയത് വെക്കാമെന്ന് കരുത്. ഇത് 2.5 2.5 അതിൻ്റെ ആംബിയർ കപ്പാസിറ്റി. ആ ബാറ്ററി സ്വാഭാവികമായിട്ട് ഇതൊന്നും വെച്ചാലും സക്സസ് ആവാറില്ല. ഒട്ടുമിക്കതും ചാർജിങ് കംപ്ലൈൻ്റൊക്കെ ആയിട്ട് വരും, ചാർജ് കയറാത്ത പ്രശ്നങ്ങൾ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ഇറങ്ങിപ്പോവുക, അങ്ങനത്തെ പ്രോബ്ലമായിട്ട് നമുക്ക് എപ്പോഴും അതുമായി ബന്ധപ്പെട്ട് മെയിൻ്റനൻസ് ചെയ്യാനേ പറ്റുള്ളൂ, ചെയ്തുകൊണ്ട് നടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിലവിലിപ്പോൾ കൺവേർട്ടർ യൂണിറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുക, അതാണ് ഈ മോഡലിലൊക്കെ ഇപ്പോൾ പൊതുവേ ചെയ്തുകൊണ്ടിരിക്കണേ. അതാണ് ഇപ്പോൾ നമുക്ക് ഇതുമായി സെറ്റ് ചെയ്തിട്ടേക്കണം. അതല്ലെങ്കിൽ പിന്നെ പുതിയൊരു ബാറ്ററി വയ്ക്കണം. ബാറ്ററിയുടെ ചാർജ് മാക്സിമം കുറയുമ്പോൾ വീണ്ടും ഈ കംപ്ലയിൻസുകൾ വരും. അപ്പോൾ ബാറ്ററി അയച്ച് നമ്മൾ ചാർജിലിടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. വണ്ടിമേന്ന് കയറുന്ന ചാർജ് വ്യത്യാസം വരും. കാരണം ഞാൻ കോയിൽ അസംബ്ലിയൊക്കെ പഴയതായിട്ടുണ്ട്, പഴക്കമുണ്ട് വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോഡൽ ഡ്രൈസെൽ മോഡൽ ബാറ്ററിയിലേക്ക് വരുമ്പോൾ അത് അത്ര അങ്ങോട്ട് സപ്പോർട്ടിങ് അല്ല. അല്ലെങ്കിൽ ശരിക്കും ലെഡ് ആസിഡ് ബാറ്ററിക്കാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ്, അതാണ് മെയിനായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റിന്, ഹോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ് കേട്ടോ. പിന്നെ ആക്സലേറ്റർ റേസിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാർബേറ്റർ, ഓൾറെഡി കാർബേറ്ററിനകത്തേക്ക് ആ സ്ലൈഡറിലേക്ക് പോകണ ആ യൂണിറ്റ്, ടോപ്പ് സെറ്റ് എന്ന് പറയും, അത് നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അതിൻ്റെയാണ് ആ പ്രോബ്ലം കാണിക്കുക. ഞാൻ അഴിച്ച് കുറച്ച് ലൂബ്രിക്കേഷനൊക്കെ ചെയ്ത് ഓയിലൊക്കെ ഇട്ട് കയറ്റിയിട്ടുണ്ട്. ചെറിയ വ്യത്യാസം ഉണ്ടാവും, 100% ഫ്രീ ആവുമെന്ന് വിചാരിക്കരുത്. കാരണം അത് കാർബേറ്റർ അസംബ്ലി മാറ്റി വെച്ചാലാണ് റെഡി ആവും. പിന്നെ നമ്മളതിൻ്റെ ബാക്ക് വീൽ സൈഡ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ബാക്ക് ബ്രേക്കൊക്കെ കമ്പനി ലൈനർ കിടക്കണേ, പുതിയ ലൈനറാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ വണ്ടി ഓടുന്ന സമയത്ത് ഒരു വെട്ടൽ ബാക്ക് സൈഡിൽ നിന്ന് ഒരു പാളലൊക്കെ കാണുന്നുണ്ട്. അത് ഈ ടയറുമായി ബന്ധപ്പെട്ട കംപ്ലൈൻ്റ് ആണ്. പുതിയ ടയറാണ്, പക്ഷേ ഈ മോഡൽ ടയറൊന്നും വണ്ടിക്ക് ഉപയോഗിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ടി വി എസിൽ വരുന്ന ഈ മോഡൽ ടയർ എല്ലാം തന്നെ കംപ്ലൈൻ്റാണ്. 10 വണ്ടിക്ക് 8 വണ്ടി കംപ്ലൈൻറ്റാണ്. കാരണം പാളൽ, വെട്ടൽ, അങ്ങനത്തെ പല പ്രശ്നങ്ങളാണ് കാണിക്കുക. ഇതിപ്പോൾ മേടിച്ചിട്ട സ്ഥിതിക്ക് ഒന്നും ചെയ്യാനില്ല, പരമാവധി ഉപയോഗിച്ച് തീർക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക, കോംപ്രമൈസ് ചെയ്ത് ഉപയോഗിക്കുക. അത് മാറ്റിയിടുന്ന സമയത്ത് MRF-ലോ സിയറ്റിലോ അപ്പോളോയിലോ, ഇനി അതല്ല ടി വി എസ് തന്നെയാണെങ്കിൽ പോലും ഈ പാറ്റേൺ ഒഴിച്ച് വേറെ ഏതെങ്കിലും പാറ്റേൺ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീൽ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ബെയറിങ്ങും ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ആ ലൈനർ ഉറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതിനകത്ത്, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. അതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം, അത് മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട്. ഹോൾഡർ കുഴപ്പമൊന്നുമില്ല, അത് മതി. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. കാർബേറ്ററിന് ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ, E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒട്ടുമിക്ക വണ്ടി, ഒരു 80% വണ്ടി ഇപ്പോൾ ഓൾറെഡി കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങി. നമ്മുടെ വണ്ടിക്ക് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ വരും എന്തെങ്കിലും. കാരണം ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്, മിസ്സിങ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, ഇതാണ് കാർബേറ്ററുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത. ഇപ്പം നിലവിൽ നമ്മൾ ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. പരമാവധി നമ്മൾ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു ലക്ഷണം കാണിക്കുമ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യുക. ഓവർഫ്ലോ വരാനായിട്ടുള്ള സാധ്യത 99%. അങ്ങനെ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ കാർബേറ്റർ മാറ്റി വയ്ക്കുക. അതാണ് അത് നമ്മൾ ചെയ്യാൻ പറ്റുക. കാർബേറ്റർ മാറ്റി വയ്ക്കുമ്പോൾ ഈ ആക്സിലേറ്ററിൻ്റെ ആ കംപ്ലൈൻറ്റ് അടക്കം റെഡി ആയിക്കോളും കേട്ടോ. പിന്നെ കൂടുതൽ സമയം വെക്കുന്ന സമയത്ത് കുറേ നേരം വണ്ടി വെക്കണം. ഇപ്പോൾ രാത്രിക്ക് കൊണ്ടുവന്ന് വണ്ടി വെക്കുമ്പോൾ പെട്രോൾ ഇതേപോലെ ഓഫ് ചെയ്ത് ഉപയോഗിക്കുക. കാരണം എപ്പോൾ വേണമെങ്കിലും കാർബേറ്റർ പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം, എപ്പോൾ വേണമെങ്കിലും വരാം. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മളുടെ വണ്ടികളുടെ അവസ്ഥ. കാർബേറ്റർ മോഡലുള്ള എല്ലാ വണ്ടിയുടെയും അവസ്ഥ ഇപ്പോൾ അതാണ്. അതുകൊണ്ട് പെട്രോൾ ടാപ്പുള്ള മോഡൽ, ലോക്ക് ചെയ്യാൻ പറ്റുന്ന മോഡൽ വണ്ടികളാണെങ്കിൽ ലോക്ക് ചെയ്ത് ഉപയോഗിക്കുക. സ്കൂട്ടർ മോഡൽ വണ്ടികൾക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല.
ബൈക്കിനൊക്കെ നമുക്ക് പെട്രോൾ ടാപ്പ് ഉള്ളതുകൊണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കോൺസെപ്റ്റൊക്കെ ചെറിയ അടിയുണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്ത് നോക്കാം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെയറിംഗാണ്, നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. സ്പീഡോമീറ്ററിൻ്റെ കേസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പാർക്ക് പ്ലഗും കൂടി കൂട്ടത്തിലൊന്ന് മാറ്റിയിട്ടേക്കാം. കാരണം എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കുള്ള പ്ലഗും മാറ്റിയിടണം. അപ്പോൾ അത് രണ്ടും ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഒന്നും പോയിട്ടുണ്ട്. ഈ മഞ്ഞ കളറിൽ വന്ന ഇത് കമ്പനി ഐറ്റം ഒറിജിനൽ നമുക്കിപ്പോൾ കിട്ടാനില്ല. ഈ റോണ്ടയിൽ വന്നത് ഐറ്റം കമ്പനി നിർത്തി കളഞ്ഞാണ്. അപ്പോൾ നമ്മൾ പുറമെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കണം. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, അതും അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് പാഷൻ പ്രോയിലേക്ക് വരുമ്പോൾ, ഹീറോയിലേക്ക് വരുമ്പോൾ വെള്ള കളറിലാണ് ഗ്ലാസ് വരാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ 4 എണ്ണം മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ തൽക്കാലം ഇതൊരെണ്ണം മേടിച്ച് വയ്ക്കുക. പിന്നീട് കംപ്ലയിൻറ്റ് വന്ന സമയത്ത് ബാക്കിയത്തെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം എസ്റ്റിമേറ്റ് ആക്കി ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഒരു 6:30 അല്ലെങ്കിൽ ഒരു 7 മണിയൊക്കെ ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. വാട്ടർ സർവീസ് അടക്കം കഴിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് അറിഞ്ഞിരുന്നേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം.